ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ആണ്. ട്രെൻഡായിരിക്കുന്നത് ഇൻഡിഗോ വിമാനം. വീണ്ടും ആ ഇൻഡിഗോയുടെ വിഷയം വെച്ചിട്ടാണ്. ഇപ്പോൾ അന്നേ പറഞ്ഞതാണ്, ആയിരുന്നു ശരിയെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ഉള്ളത്. ഞാൻ ഈ ഇതിൻ്റെ പിന്നാലെ എന്താ നിങ്ങളുടെ ട്രോളിൻ്റെ പിന്നാലെ ഞാൻ പോകാറില്ല. യഥാർത്ഥം ഞാൻ നോക്കാറുമില്ല. അതിൻ്റെ ആവശ്യം എനിക്കില്ല. അത് ചിലരുടെ ഒരു ഹോബിയാണ്. പക്ഷേ ഞാൻ അന്ന് പറഞ്ഞിരുന്ന കാര്യം ശരിയായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാനെന്താ പറയണത്, അത് കുറേ കാലമായി ഞാൻ ശരിയായൊരു നിലപാട് സ്വീകരിച്ചു. അന്ന് മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നൊരു വിമാനം, ആ വിമാനം തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ അതിനകത്ത് ആസൂത്രിതമായി കയറിപ്പറ്റിയ 3 പേര് കണ്ണൂരിൽ നിന്ന് കോൺഗ്രസ് ക്രിമിനലുകൾ മുഖ്യമന്ത്രിക്ക് നേരെ പാഞ്ഞെടുക്കുന്നു. ഞാനതിനെ തടഞ്ഞു. ഒരു തട്ട് കൊടുക്കുമ്പോൾ എല്ലാം മലന്ന് കെട്ടി വീണുപോയി. പോട്ടെ, ഒരു നല്ല തട്ടായിരുന്നോ കൊടുത്തത്? അത് നല്ല തട്ട് തന്നെയാണ്. തട്ടിയവന് ഇപ്പോൾ അറിയായിരിക്കും. ഏതായാലും മലന്ന് കെട്ടി വീണു. മുഖ്യമന്ത്രിക്ക് നേരെ പാഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ല. ആ കേസ് എങ്ങനെയാണ് അവർ ഇൻഡിഗോ കൈകാര്യം ചെയ്തത്? ഈ അക്രമം കാണിക്കാൻ വന്നവരെ സംരക്ഷിച്ചു, പ്രതിരോധിക്കാൻ വന്ന എനിക്ക് നേരെ അവർ നടപടി. എനിക്ക് ബാൻ യാത്ര ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ബാനല്ല, നിങ്ങളെ വിമാനത്തിൽ ഞാൻ കയറുന്നില്ല, എന്നിട്ട് വേണ്ട നിങ്ങൾ ബാൻ ചെയ്യാൻ. ആ നിലപാട് ഞാൻ സ്വീകരിച്ചു. അന്ന് തന്നെ ഞാൻ പറഞ്ഞത് തെറ്റായിട്ടുള്ള നിലപാടാണ്. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒരു നല്ല കമ്പനി അങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത്. അത് അന്ന് അങ്ങനെ പ്രവർത്തിക്കാൻ കാരണം കേരളത്തിലെ ചില കോൺഗ്രസ് എംപിമാർ കേന്ദ്രത്തിലെ ഏവിയേഷൻ മന്ത്രിസഭയെ സ്വാധീനിച്ച് ഇൻഡിഗോയെ സ്വാധീനിച്ചുകൊണ്ട് അവർക്ക് അനുകൂലമായും എനിക്കെതിരായും നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്തത്. ഞാൻ പിന്നെ അതിൻ്റെ പിന്നാലെ ഒന്നും നടക്കാൻ പോയിട്ടില്ല. എനിക്ക് ചെയ്യേണ്ട കാര്യം, ന്യായമായ കാര്യം ഞാൻ ചെയ്തു. അത് ഏത് ഘട്ടങ്ങളിലും ചെയ്യും. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം നിൽക്കും. നമ്മുടെ നാടിൻ്റെ പൊതുവായ അഭിവൃദ്ധിക്ക് വേണ്ടി. പക്ഷേ ഇപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണല്ലോ. കാരണം ഇത്രയും അധികം യാത്രകൾ മുടങ്ങുകയാണ്, ഇത്രയും അധികം ആളുകൾക്ക് അവരുടെ ജോലി സ്ഥലങ്ങളിൽ എത്താൻ പറ്റുന്നില്ല, വിവാഹങ്ങൾ മുടങ്ങിപ്പോകുന്നു, ജോലി നഷ്ടപ്പെടുന്നു. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തകരാറാണ്. ഈ വിമാന സർവീസ് നിയന്ത്രിക്കുന്നുണ്ടോ? അതിൻ്റെ വിമാന ഫ്ലൈറ്റ് ചാർജ് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ നിശ്ചയിക്കില്ലേ? എന്തെങ്കിലും നിയന്ത്രണമുണ്ടോ? എത്രമാത്രമാണ് നമ്മുടെ കേരളീയർ, പ്രത്യേകിച്ച് നമ്മുടെ വിദേശ രാജ്യങ്ങളിലുള്ള സഹോദരങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്? അവർക്കിഷ്ടമുള്ള ചാർജ് വസൂലാക്കുകയില്ലേ? ഇവിടെ കേരളത്തിൽ ഇവിടെയൊക്കെ വെക്കേഷൻ തുടങ്ങുമ്പോൾ കുട്ടികളൊക്കെ നാട്ടിലേക്ക് വരും എന്ന് കണ്ടാൽ അന്ന് ചാർജ് അങ്ങ് വർദ്ധിപ്പിക്കും. വിമാന സർവീസ് റദ്ദ് ചെയ്യുന്നതിന് വല്ല നിയന്ത്രണമുണ്ടോ? അവർക്കെന്തെങ്കിലും ഒരു പക്ഷേ പാസഞ്ചേഴ്സിൻ്റെ എണ്ണം കുറവുണ്ടാകും, ഉടനടി യന്ത്ര തകരാറെന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്യും. കാരണം അല്ലെങ്കിൽ അവർ വിമാനം പറന്നാലാണ് നഷ്ടം. അതുകൊണ്ട് പറക്കാതിരിക്കാൻ യന്ത്ര തകരാറെന്ന് പറയും. ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ഇതിനെയൊക്കെ നിയന്ത്രിക്കാനും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനക്ഷേമകരമായി പ്രവർത്തിക്കാനും കേന്ദ്ര ഗവൺമെൻറ്റല്ലേ പ്രവർത്തിക്കേണ്ടത്? ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റല്ലേ ചെയ്യേണ്ടത്? അവരെന്തെങ്കിലും ചെയ്തോ? അവരുടെ കുറ്റകരമായ അനാസ്ഥയാണ്, നടപടിയാണ് ഇങ്ങനെ ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കിയത്. കേന്ദ്ര ഗവൺമെൻറ്റാണ് അതിന് മറുപടി പറയേണ്ടത്. അതുകൊണ്ട് ഇപ്പോൾ ഇൻഡിഗോ മാത്രമല്ല, പല വിമാന സർവീസുകളും എനിക്ക് ഇൻഡിഗോ മാനേജ്മെൻറ്റിനോട് പറയാനുള്ളത്, നിങ്ങൾ നേർവഴിക്ക് വരൂ. ഇത് നല്ല സ്ഥാപനമാണ്, ജനസേവനം നടത്താൻ കഴിയും, ജനങ്ങൾക്ക് വേണ്ടി വലിയൊരു വ്യാപാരമാണ്, വ്യവസായമാണ്, ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടുന്നതാണ്. അവർക്ക് നല്ല ശമ്പളമൊക്കെ കൊടുത്ത് നല്ല നിലയിൽ ആ വ്യവസായം നടത്തണം. അത് നടത്താനുള്ള നടപടി സ്വീകരിക്കണം. ഇന്ന് നമ്മുടെ സാങ്കേതിക വിദ്യയൊക്കെ വളരെ ശക്തി പ്രാപിച്ച കാലഘട്ടമാണ്. നല്ല സർവീസ് നടത്താൻ കഴിയും, നല്ല സേവനം ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു വ്യവസായമായി അതിനെ വളർത്തിയെടുക്കൂ. ഇന്ന് ഈ ലാഭത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കാതെ ഈ വ്യവസായങ്ങളും വ്യാപാരങ്ങളൊക്കെ നടത്തുമ്പോൾ ചിലപ്പോൾ നഷ്ടം വരും. ആ നഷ്ടമെല്ലാം നിങ്ങൾക്ക് തന്നെ പരിഹരിച്ചെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അത്തരത്തിലുള്ളൊരു മനോഭാവത്തോടു കൂടി വ്യവസായത്തെ, ഈ വിമാന സർവീസിനെ മെച്ചപ്പെടുത്തണം. നല്ല നിലയിൽ തന്നെ ഈ വിമാന സർവീസ് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. റദ്ദ് ചെയ്യരുത്, സർവീസ് വേണം. ഇന്ന് യാത്രയൊക്കെ ആളുകൾ കൂടുതൽ യാത്ര ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ മുമ്പൊക്കെ നമ്മളൊക്കെ ഈ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ തിരുവനന്തപുരത്തേക്കൊക്കെ വിമാന സർവീസ് ആരംഭിക്കുന്നതിന് മുമ്പൊക്കെ ട്രെയിനിലാണ് പോയത്. ഇന്നിപ്പോൾ വിമാനം വരുമ്പോൾ ആളുകളൊക്കെ വിമാനത്തിൽ കയറുകയാണ്. ഞാനിപ്പോൾ പലപ്പോഴും മട്ടന്നൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ധാരാളം സ്ത്രീകൾ, കർഷക തൊഴിലാളികൾ ഒക്കെ വിമാനത്തിൽ കാണാം. അപ്പോൾ അവർ പറയുന്നത്, ഞങ്ങളൊന്ന് തിരുവനന്തപുരം കാണാൻ പോവുകയാണ്, ഒന്ന് വിമാനത്തിൽ കയറുകയാണ്. അങ്ങനെ ഒരു പ്രത്യേക ഇൻസ്പിരേഷൻ തന്നെ ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. വിമാന സർവീസ് നല്ലതാണ്, കൂടുതൽ അത് മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കണം. ഇതിനോട് ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റായ നിലപാടുകൾ തിരുത്തിപ്പോകണം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വന്ന വീഴ്ചകളും അനാസ്ഥയും തിരുത്താൻ കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വരണം.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.